എന്നാലേ എൻ്റെ കുഞ്ഞു മക്കളെ, ഇന്ന് കഥയാണോ പാട്ടാണോ വേണ്ടത്? ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ തുടങ്ങാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ കാണുന്ന വീഡിയോ നേരിട്ട് നമ്മുടെ വീട്ടിലെ വലിയ സ്ക്രീനിൽ തന്നെ, വലിയ ടി വിയിൽ തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു ഡിവൈസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ക്രോംകാസ്റ്റ് എന്നാണ്. ഈ ക്രോംകാസ്റ്റ് എന്ന ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കാണുന്ന ഏത് ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് യൂട്യൂബിലെ വീഡിയോ ഒക്കെ വലിയ സ്ക്രീനിൽ നമ്മൾ വീട്ടിൽ കാണണമെന്നുണ്ടെങ്കിൽ, വീട്ടിലെ ടി വിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ആൻഡ്രോയിഡ് ടി വിയോ സ്മാർട്ട് ടി വിയോ വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ ഫോണിലുള്ള കാണുന്ന ഇതേ വിഷ്വൽ നമ്മുടെ ടി വിയിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രോംകാസ്റ്റ് എന്നൊരു ഡിവൈസ് വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കാണുന്ന ഇതുപോലെയുള്ള ഏത് വീഡിയോ ആണെങ്കിലും ഇമേജ് ആണെങ്കിലും നമുക്ക് വലിയ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്രോംകാസ്റ്റിനെ ഒന്ന് അൺബോക്സ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ തരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ആമസോണിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ക്രോംകാസ്റ്റ് നമ്മൾ ടി വിയുടെ HDMI പോർട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ എടുക്കുക. കണക്ട് ചെയ്യേണ്ട ഫോൺ നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഫോണിൽ വൈഫൈയും ഓൺ ആക്കി കൊടുക്കാം. അതിനുശേഷം സ്ക്രീൻ കാസ്റ്റ് എന്ന് കാണാം, അല്ലെങ്കിൽ കാസ്റ്റ് എന്നാ കാണാം. ചില ഫോണിൽ കാസ്റ്റ് എന്നായിരിക്കും, ചിലത് സ്ക്രീൻ കാസ്റ്റ് എന്നായിരിക്കും. ചില ഫോണിൽ ഈ ഓപ്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു പേര് കാണിക്കുന്നുണ്ട്. ഈ ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണക്റ്റിംഗ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോണിറ്ററിലാണെങ്കിൽ P2P സ്റ്റാർട്ട് ഗ്രൂപ്പ് ഫോർമേഷൻ P2P ഇതാ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത്രേ ഈ ഒരു സംഭവമേ ചെയ്യാനുള്ളൂ. കണക്ട് ചെയ്യാൻ വലിയ റിസ്ക് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോണ് കണക്ട് ചെയ്യാൻ കഴിയും.